നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിച്ച് കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നബിദിനവും ആയിരുന്നല്ലേ. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം പോയി കാണുമെന്ന് കരുതുന്നു. അപ്പൊ ഞങ്ങളും നല്ല രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ എന്തായാലും പറയണമല്ലോ. അപ്പൊ അവിടെയും ഇന്ന് ഓണത്തിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോ നമുക്ക് എന്തായാലും ഇന്നത്തെ ബിഗ് ബോസ് റിവ്യൂവിലേക്ക് കടക്കാവേ. വലുതായിട്ട് ഇന്നൊന്നും ഇല്ല, ഒരു ആവറേജ് അല്ലേ, ഒരു ടാസ്കും ഓണപരിപാടിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോയതേ ഉള്ളൂ കാര്യങ്ങൾ. വേറെ ഇന്ന് അധികം വഴക്കൊന്നും ഇല്ല, ചെറിയൊരു വഴക്കേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പൊ ഡേ 33 ആണ്. നമ്മുടെ റംസാന്റെ പാട്ടാണ് അല്ലേ, ഓണം മൂഡ് എന്ന് പറഞ്ഞൊരു സോങ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത്. ആ പാട്ടോടെയാണ് തുടക്കം. നല്ലൊരു ഓണം മൂഡ് തന്നെ ഉണ്ടായിരുന്നു ആ പാട്ടിട്ടപ്പോ തന്നെ അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിഗ് ബോസിന്റെ ടാസ്ക് തന്നെ തുടങ്ങുവാണ്. ഓണാഘോഷ പരിപാടികൾ തന്നെ തുടങ്ങുവാണ്. അതിൽ 7 പേരായിട്ടുള്ള 3 പേരടങ്ങുന്ന ടീമാണ് 7 പേരുള്ള 3 ടീമായിട്ട് മാറുക. അതിൽ ഓരോ ടീമിൽ നിന്നും ഓരോ വിധികർത്താക്കളെ അവർ തന്നെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ 3 ടീമായിട്ട് തിരിയുന്നുണ്ട്. അതായത് 3നും ബിഗ് ബോസ് തന്നെ പേര് കൊടുക്കുന്നുണ്ട്. തെക്കേടത്ത്, വടക്കേടത്ത്, മൂത്തേടത്ത് എന്നിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ തെക്കേടത്ത് എന്ന് പറയുന്നത് അപ്പാനി, ആര്യൻ, ഗിസേൽ, ബിന്നി, രണ, ശൈത്യ, അക്ബർ ആണ്. ഇതിൽ അവർ ശൈത്യ ജഡ്ജായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതേപോലെ വടക്കേടത്ത് അനീഷ്, നെവിൻ, ആര്യൻ, അനു, അഭിലാഷ്, ജിഷ്ണു, മസ്താനി, ഒനിയല്. ഇതില് അനീഷിനെ ജഡ്ജായിട്ട് അവര് ജിഷിൻ അനീഷ് ജഡ്ജായിട്ട് വിധികർത്താവായിട്ട് എടുക്കുന്നുണ്ട്. മൂത്തേടത്ത് ആദിൽ നൂറ, ഷാനവാസ്, രേണു, പ്രവീൺ, ലക്ഷ്മി, സാബുമാൻ. ഇവരാണ് അതിൽ ജഡ്ജായിട്ട് രേണുവിനെയാണ് സെലക്ട് ചെയ്യുക. എല്ലാത്തിലും ജഡ്ജായിട്ട് രേണുവിനെ ഇടുന്നുണ്ട്. അങ്ങനെയെങ്കിലും കണ്ടന്റ് കിട്ടേണ്ടതായിരിക്കും. അങ്ങനെ ഇത്രയും പേരെ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു അത്തപ്പൂക്കൾ ഇടുക എന്നുള്ളതാണ്. നല്ല രീതിക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അത്തപ്പൂക്കൾ ഇടുക. അതിൽ വെളിയിൽ ഒരു മറ്റെല്ലാ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത് എന്തുവെന്ന് പറയുന്നത്, കാളവണ്ടിയുടെ ബാക്ക്, അത് ആ ഒരു സ്ഥലത്തിനകത്താണ് അത്തപ്പൂ എല്ലാം വെച്ച പൂക്കളെല്ലാം കവർ കെട്ടി വെച്ചേക്കുവാണ്. ഇവർ ബസർ കേൾക്കുമ്പോൾ ഓടിപ്പോയി പൂവെല്ലാം കളക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത ബസർ അടിക്കുമ്പോഴത്തേക്കും അത്തപ്പൂ ഇടുക എന്നതാണ്. അങ്ങനെ 3 പേരെ നല്ല രീതിക്കൊക്കെ ഇടുന്നുണ്ട് അല്ലേ. നല്ല ഇതുണ്ടായിരുന്നു, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ടീമിന്റെ മാത്രമേ ഉള്ളൂ ചെറുതായി പോയത്. അങ്ങനെ ഇവർ 3 പേരും ജഡ്ജസ് എല്ലാം കൂടി പിന്നീട് എല്ലാം കൂടി നോക്കിയിട്ട് വിന്നറായിട്ട് നമ്മുടെ അതായത് തെക്കേടത്ത് ടീമിനെയാണ് വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ശൈത്യ, അനീഷും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു വഴക്കുണ്ട് കേട്ടോ. കാരണം അത്തപ്പൂന്ന് പറഞ്ഞാൽ 10 കളം വേണം, ഓണത്തിന് നമ്മൾ 1, 2 അങ്ങനെയല്ലേ ഇടുന്നത്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം, ട്രഡീഷണൽ ആയിട്ട് നോക്കിയിട്ട് വേണം കൊടുക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു വഴക്കവിടെ ഉണ്ടാവുന്നു. പിന്നെ അതൊക്കെ മാറിയിട്ടോ. അതെ, അതായത് വടക്കേടത്തെയാണ് ഇച്ചിരി അത്തപ്പൂക്കളം കാണാൻ ഇച്ചിരി ഒരു ഭംഗി ഉണ്ടായിരുന്നു. രണ്ടും കൊള്ളായിരുന്നു, തെക്കേടത്തെയും വടക്കേടത്തെയും കൊള്ളായിരുന്നു. അനീഷ് പക്ഷെ വടക്കേടത്തെ ടീം ആയതുകൊണ്ടാണ് ചായ്വ് കാണിച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു നടന്നത്. അതിലെല്ലാവരും കൂടി 3 പേരെ വെച്ച് നോമിനേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം അതില് ഗിസേലിന് നോമിനേഷൻ BB+ലായിരിക്കും കാണിക്കുന്നത്. ഫുൾ മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പൊ അതിൽ ഗിസേലിന് 7 വോട്ടും ഒനിയലിന് 7 വോട്ടും അതുപോലെ അഭിലാഷിന് 12 വോട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവര് 3 പേരും ആയിരിക്കും അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിന് പോകുന്നത്. ഇതിൽ അക്ബറിന് നമുക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം ഓൾറെഡി ഇല്ലേ, ക്യാപ്റ്റൻസി ആവാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് ആ ബോംബ് കിട്ടിയത് പണി കിട്ടിയിരിക്കുക. അതുകൊണ്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർ വെച്ചിട്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഓണ ടാസ്ക് ആയിരുന്നു. ഓണ ടാസ്കിന് സദ്യ വന്നു ഇവർക്ക്. അതായത് ഈ നമ്മുടെ ഈ സോൾട്ട് ആൻഡ് പേപ്പറിൽ ഒരു സോങ് ഉണ്ടായിരുന്നല്ലേ, ആ പാട്ടൊക്കെ ഇട്ടപ്പോൾ അതെ, അവർക്ക് അറിയാമായിരുന്നു അത് സദ്യന്റെ ആണെന്ന്. അങ്ങനെ ഓരോരുത്തർ ഓരോന്നും കൊണ്ടുവരുന്നു. ബിഗ് ബോസിന്റെ ആൾക്കാർ തന്നെ ഫുഡെല്ലാം കൊണ്ടുവരുന്നു. അവര് എല്ലാരും അവര് തന്നെ വിളമ്പി കഴിക്കുന്നു. അപ്പൊ ഷാനവാസ് ഇടത്തെ കൈ കൊണ്ടാണ് കഴിച്ചത്. അനീഷ് ഒരു കൈ, വലത്തെ കൈയാണ് കടിച്ചു പറിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇടത്തെ കൈ കൊണ്ടൊക്കെ കഴിക്കുന്നുണ്ട്. മസ്താനി ആദ്യം മാറിയിരിക്കുന്നുണ്ട്. പിന്നെ താഴെ പോയിരുന്ന്, സ്ഥലമില്ലാത്തോണ്ടായിരിക്കും താഴെ പോയിരുന്ന് കഴിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഗിസേൽ അനീഷുമായിട്ടുള്ള ഒരു ചെറിയൊരു സംസാരം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ടോക്കുമായിരുന്നു. രസം ഉണ്ടായിരുന്നു കാണാൻ. അതായത് ജിസേലിലെ കണ്ണ തുമ്പി പോരാമോ പാട്ടൊക്കെ പാടി അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ. അനീഷ് വീട്ടിൽ കയറ്റത്തില്ലെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്, പഴയത് തന്നെ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കിരീട യുദ്ധം 4ാം ഘട്ടം, അതായത് അവസാന റൗണ്ടാണ് കിരീട യുദ്ധത്തിലെ. അതെന്ന് പറയുന്നത് ഇനിയിപ്പോ 2 ടീമല്ലേ ഉള്ളൂ. അപ്പൊ ആ 2 ടീമിൽ അത് ഒനിയലിന്റെ ടീമും നൂറയുടെ ടീമും ക്യാപ്റ്റന്മാരാണ് മത്സരിക്കേണ്ടത്. അതായത് 2 കസേര ഫേസ് ടു ഫേസ് വെച്ചിരിക്കും. അതിന്റെ നടുക്കായിട്ട് ഒരു ഇവരുടെ നേർക്കുനേരെ ഇരിക്കണം, ഇവർ തൊപ്പി വെച്ചിട്ട്. അപ്പം കയ്യകലത്തിലായിരിക്കും ഇരിക്കേണ്ടത്. ഇവരുടെ വലതുവശത്തായിട്ട് ഒരു ഹുക്ക് കാണും.
ബസർ അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ തൊപ്പി ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ തൊപ്പി എടുത്തിട്ട് ഹുക്കി തൂക്കിയിടണം. ഇതാണ് ആദ്യം ഹുക്കി തൂക്കിയിടുന്ന ആളാണ് വിജയിക്കുന്നത്. ഇതാണ് ടാസ്ക്. അപ്പം അതില് 3 റൗണ്ടാണുള്ളത്. അതില് മൂന്നിലും ആദ്യത്തെ റൗണ്ട് ചെയ്തു. അപ്പൊ പെട്ടെന്ന് തന്നെ 100 ഏതോ ചെയ്യാൻ പറ്റി കേട്ടോ. പെട്ടെന്ന് എടുത്ത് ഹുക്കിൽ തൂക്കാൻ പറ്റി. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ചെയ്തപ്പോഴത്തേക്കും 100 ചെറുതായിട്ട് ഇങ്ങനെ തല ഹുക്കി കേട്ടോ. അതുകൊണ്ട് ആ തൊപ്പി അതിനകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഈ ഒണിയലിന്റെ തൊപ്പി എടുത്ത് 100 ഇട്ടു. അപ്പൊ 3rd റൗണ്ട് പോകേണ്ട കാര്യമില്ല, കാരണം 2 റൗണ്ടിൽ അവർ ജയിച്ചല്ലോ. അങ്ങനെ അവർക്കാണ് ഈ ഒരു 3 സൂപ്പർ പവേഴ്സും കിട്ടുന്നത് 100യുടെ ടീമിനാണ്. അതെ അതെ, അത് സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫാമിലി പവർ, ഒന്ന് എവിക്ഷൻ, ഒന്ന് നോമിനേഷൻ പവറും പിന്നെ ഒന്ന് ഇമ്മ്യൂണിറ്റി പവറുമാണ്. ഇതില് അഭിലാഷും ബിന്നിയും 100യാണ് ഒരു ടീമായിട്ടുള്ളത്. അപ്പം ഇതില് ആർക്കൊക്കെയാണ് പവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ 100 പറഞ്ഞു ഫാമിലി പവർ, അതായത് ഫാമിലി റൗണ്ട് വരുമ്പോൾ ഈ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലിയെ ഒരാഴ്ച നമുക്ക് വീട്ടിൽ നിർത്താൻ പറ്റും. അതിന് ബിന്നിക്ക് കൊടുത്തു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറെ 2 പവർ, ഇമ്മ്യൂണിറ്റി പവർ എന്ന് വെച്ചാൽ 3 ആഴ്ച ആളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ആർക്കും. ആരാണോ അതെടുക്കുന്ന ആ ആളെ നമുക്ക് 3 ആഴ്ച നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് 1 മാസത്തോളം ഇനി വീട്ടിൽ കാണും. അടുത്തത് എന്ന് പറഞ്ഞാല് നമുക്ക് നോമിനേഷൻ പവർ, അതായത് 3 ആഴ്ചയിലും ഇനി വരുന്ന 3 ആഴ്ചകളിൽ ഓരോ വ്യക്തിയെ ഓരോ ആഴ്ചയിലും നമുക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഒരു പേര് സെലക്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പോ 100 പറഞ്ഞു ഫാമിലി റൗണ്ട് ബിന്നിക്ക് കൊടുത്തു, മറ്റു 2 റൗണ്ടും 100 തന്നെ എടുക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അഭിലാഷ് ഗുഡ് ഗെയിം ഒക്കെ പറഞ്ഞാലും അഭിലാഷിന് ചെറിയ വിഷമം മുഖം കണ്ടിട്ട് വിഷമമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഫാമിലി റൗണ്ട് കിട്ടാത്തല്ല വിഷമമാണോ എന്ന് അറിയത്തില്ല. ഫാമിലി റൗണ്ട് അല്ല, ഒന്നും കിട്ടിയില്ലല്ലോ. കാരണം ഇവരൊരു ടീമായിട്ട് ചെയ്തിട്ട് ഇപ്പൊ 100 പറയുന്നത് എന്താ വെച്ചാൽ ലാസ്റ്റ് 2 റൗണ്ടിലും 100 ആണ് കഷ്ടപ്പെട്ട് ചെയ്തതെന്നാ. പക്ഷെ എന്നാൽ ആദ്യത്തെ 2 റൗണ്ടിൽ അഭിലാഷും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു ഗെയിമാണ്. നമുക്ക് ആദ്യമേ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുമ്പോൾ തന്ത്രപരമായി മാത്രം തെരഞ്ഞെടുക്കുക. അപ്പൊ ഇവര് ചിന്തിക്കണമായിരുന്നല്ലേ. പക്ഷെ വിചാരിക്കുന്നില്ലല്ലോ 100 ഇങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല. 100 ഇതുവരെ നിന്നുള്ള ഇത് വെച്ചിട്ട്. പിന്നെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അഭിലാഷിന് ഒരു ഇത് കൊടുക്കണമായിരുന്നു എന്നുള്ളതേ കാര്യം. ഒരു ടീമായിട്ട് ചെയ്യുകയാണ്, പുള്ളിക്കാരൻ അതിന്റെ എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല, ആദ്യമേ അവരെ എഫേർട്ട് ഇട്ട് അവരുടെയും കൂടെ എഫേർട്ട് ഇല്ലാതെങ്കിൽ ചിലപ്പോൾ 100യുടെ തൊപ്പി പോയിരുന്നെങ്കിലോ. അതെ അതെ, അപ്പം അത് ഒരു കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം 2 പേർ, ഒരു ടീം 3 പേര് നിന്ന് ഒരേ എഫേർട്ട് എടുത്തു. അതായത് ലാസ്റ്റ് 2 ദിവസം 100 എടുത്തു, ആദ്യത്തെ 2 ദിവസം അവരും എടുത്തു. പക്ഷെ ഒരാൾക്ക് മാത്രം ഒരു ബെനിഫിറ്റും ഇല്ലാതായി പോയി. 2 പേർക്ക് ബെനിഫിറ്റ് കിട്ടി. അതില് പിന്നെ 100 പറയുന്നുണ്ട് ഇല്ലേ, നോമിനേഷൻ ചെയ്യത്തില്ല. അതൊന്നും കാര്യമില്ലല്ലോ. അതെ അതെ, അത് കാര്യമില്ല. പക്ഷെ ഒരു ഇത് കൊടുക്കണമായിരുന്നെന്നാണ് കാര്യം. ഇനിയിപ്പോ 100 ആരും ടീം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, എന്നിട്ട് ജിഷനും ലക്ഷ്മിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ജിഷൻ പറയുന്നത് നീ വയസ്സായിട്ട് അവർക്ക് തെരഞ്ഞെടുക്കാം ആരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണം. അപ്പം ലക്ഷ്മി പറയുന്നത് 100 കൂടെ അതിലേക്ക് കൂടെ സേവ് ചെയ്യാനുള്ള പരിപാടിയാ. അതാകുമ്പോ 2 പേർക്കും ഇവിടെ സർവൈവ് ചെയ്ത് പോണമല്ലോ, അതിനുള്ള പരിപാടിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇവർക്കും ഇതെല്ലാം ഇന്നത്തെ എല്ലാം ഈ ഓണ ടാസ്കുകളായിരുന്നു കേട്ടോ കൊടുത്തത്. അപ്പൊ അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓണാവേശം എന്നുള്ളതാണ്. അതായത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, പുലി പിന്നെ വേട്ടക്കാരൻ പിന്നെ അതേപോലെ തന്നെ മാവേലി. അപ്പൊ ഈ 3 പേരെ ഒരു 3 സ്റ്റാൻഡ് ഗാർഡൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഇവര് ബസർ അടിക്കുന്ന ടൈമില് പണിപ്പുരയിൽ പോയിട്ട് ഇതിനുള്ള സാധനങ്ങളൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ട് ഈ പുലിക്ക് അണിയിച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ അതിലും പകുതി കാലവും ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ പല ടീം. അങ്ങനെ അതിലും അക്ബറാണ് കേട്ടോ ജയിച്ചത്. അക്ബറിന്റെ ടീമാണ് കേട്ടോ ജയിച്ചത്. അത് ഓരോരുത്തരെ പോകാൻ പറ്റത്തുള്ളൂ ഓരോ ടീമിൽ നിന്ന് എല്ലാ ടാസ്കിലും. അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആര്യനാണ് എല്ലാത്തിലും പോയി എടുത്തേക്കുന്നത്. ആര്യൻ നല്ല ഓടി നടന്ന് എല്ലാം കണ്ണി കണ്ട എല്ലാം വലിച്ചു വാരി എടുത്തോണ്ടിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാം ജയിക്കാനും പറ്റി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗിസൈലിനെ കുറിച്ചിട്ട് നമ്മുടെ റെന ഫാത്തിമയും ബിന്നിയും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് ഗിസയിലും ആര്യനും തമ്മിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, അതോ ഇനി അവർ ഫ്രണ്ട്ഷിപ്പ് ആണോ? കാരണം എപ്പോഴും ഇങ്ങനെ ആര്യന്റെ കൈ പിടിച്ചിട്ട് ആര്യൻ ഗിസൈലിന്റെ കൈ പിടിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. നമുക്ക് ചിലപ്പോ തോന്നുന്നതായിരിക്കും അങ്ങനെ എപ്പോഴും പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അല്ല, അത് നമ്മളൊന്ന് ജയിലിൽ കടന്നപ്പോ ഓടി വന്നിട്ട് ആരെയും ഒരു കംഫർട്ട് ആക്കാൻ വേണ്ടിട്ട് കഴുത്തിലൊക്കെ തടവി മസാജ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതേപോലെ കണ്ടിട്ട് പറയുന്നുണ്ട്. കാരണം ഇനിയിപ്പോ വല്ല പേഴ്സണൽ ആയിട്ട് അവർക്കിടയിൽ എന്തെങ്കിലും സംസാരിച്ചതിന്റെ ഒരു കൺസേൺ ആയിട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. പിന്നെ നല്ല കെയറിങ് ആണ്, ചിലപ്പോ അതുകൊണ്ടും ആയിരിക്കാം, നമുക്ക് തോന്നുന്നതായിരിക്കാം എന്നും പറഞ്ഞിട്ട് അവരവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എല്ലാരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ നമ്മുടെ മൈജി ഓണ സമ്മാനം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഈ എല്ലാവർക്കും ഇന്ന് ഡെലിവറി 2 മണിക്കൂറിന് ശേഷം ഡെലിവറി ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു. അതില് അഭിലാഷിന് ഫോണ് 2 മണിക്കൂറിന് ശേഷമല്ല, 2 മണിക്കൂറിനുള്ളിൽ ഡെലിവറി. അതെ. അപ്പം അത് അഭിലാഷിന്റെ വൈഫിന് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. സാംസങ്ങിന്റെ എസ് ഫോൾഡ് അല്ലേ ഫോണ്. പിന്നെ അതിനുശേഷം റെഫ്രിജറേറ്റർ കൊടുക്കുന്നുണ്ട് സാബുമാന്. പിന്നെ അതേപോലെ തന്നെ അപ്പൊ അതിനുശേഷം നൂറയുടെ വാഷിംഗ് മെഷീൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ വീഡിയോ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ഒരു കാര്യം അവിടെ. അടുത്തതായിട്ട് ഓണമധുരം എന്നുള്ള ഒരു ടാസ്ക് ആണ്. അതായത് 3 ടീമുകളും പായസം വെക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അതിന് ബസർ കേൾക്കുമ്പോൾ പണിപ്പുരയിൽ ഇവർക്കായിട്ടുള്ള നമ്മുടെ പായസത്തിന്റെ സാധനങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അത് പോയി ഇവരെടുക്കുക, കൈ കിട്ടുന്നതൊക്കെ വലിച്ചു വാരി എടുത്തിട്ട് വരിക, എന്നിട്ട് അത് വെച്ചിട്ട് പായസം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ചിലർക്ക് നെയ്യ് കിട്ടിയില്ല, ചിലർക്ക് മിൽക്ക് മെയ്ഡ് കിട്ടിയില്ല, എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് ഇവരുണ്ടാക്കി കേട്ടോ. അപ്പൊ ഇതില് നമ്മുടെ അനുവിന്റെ ടീം കാരമലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു കയ്പ് അതിനായിപ്പോയി കേട്ടോ, കുറച്ചൊന്ന് കൂടിയിട്ട്. അപ്പൊ ഇതില് 3 പേർക്കും ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ജഡ്ജസ് പറഞ്ഞത് നമ്മുടെ ഇതും അക്ബറിന്റെ ടീം തന്നെയാണ് കേട്ടോ വിജയിച്ചത്. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ മറ്റു 2 ടീമിനും അത്രയ്ക്ക് അങ്ങോട്ട് അത് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ അവിടെ ജിഷ്ണു വന്നിട്ട് അനുവിന് കുറ്റം പറയുന്നുണ്ടായിരുന്നു, നീയാണ് പോയി എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ പോത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് പറയുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. പോയി വന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോവായിരുന്നു, നീ പോവായിരുന്നു, അങ്ങനൊന്നും പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. അതെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ വൈൽഡ് കാർഡുകൾക്ക് പണിപ്പുരയിൽ കയറാനുള്ള അവസരമാണ്. അവർ കയറി കറക്റ്റ് സമയത്ത് തന്നെ അവർ കൗണ്ട് ചെയ്ത് ഇറങ്ങിട്ടോ. അപ്പൊ വലിയ പണിയായിരുന്നല്ലോ, കൂടുതൽ ഉണ്ടായിരുന്നത് അതായിരുന്നു. അങ്ങനെ കിട്ടിയത് എന്താണെന്ന് വെച്ചാല് ഇനിയുള്ള അങ്ങോട്ടുള്ള ഈ സീസൺ അവസാനിക്കുന്നത് വരെ ഒരാളുടെ നോമിനേഷൻ പവർ ഇല്ലാതാവും. ആൾക്ക് ഇനി നോമിനേറ്റ് ചെയ്യാനേ പറ്റില്ല. ഇനി എത്ര കാലം അയാൾ നിൽക്കുന്നോ അത്രയും കാലം. അങ്ങനെ കിട്ടിയത് നമ്മുടെ അനീഷിനാണ് അവര് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര ഗെയിമർ ആയതുകൊണ്ടാണ് നന്ദി എന്നൊക്കെ പറയുമ്പോൾ വൈൽഡ് കാർഡുകൾ പറയുന്നത് അതുകൊണ്ടൊന്നും അല്ല, ഒരു കാര്യം ഇല്ലാതെ പോയിരുന്ന എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഷൈത്തിയും അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതില് നെവിന്റെയും അനുവിന്റെയും കാര്യമാണ് ഇവര് പറയുന്നത്. അതായത് വൈൽഡ് കാർഡ് വന്നത് പിന്നെ ഇവർക്ക് നല്ല മാറ്റമുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ കയറിയ സൗണ്ട് ആണല്ലോ കേൾക്കുന്നത്. അപ്പൊ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും, ഈ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തന്നെ. അപ്പൊ അനുവിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അനു പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ ഉള്ളതെന്ന്. അപ്പോഴത്തേക്ക് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ കൺഫ്യൂഷൻ മാറി, ആളുടെ കരച്ചിൽക്കാരുടെ ഇറക്കലൊക്കെ നിർത്തി എന്നുള്ള രീതിയിൽ ഇവര് അമ്മ ഇങ്ങനെ നെവിനെ കുറിച്ചും അനുവിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈൽഡ് കാർഡുകൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, എല്ലാരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അനീഷ് സ്ട്രോങ് ആണെന്ന് കരുതിയിട്ടാണ് നമ്മൾ അനീഷിന്റെ പേര് പറഞ്ഞെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാരും അപ്പാനി കരുതിയത് അപ്പാനിയുടെ പേര് പറയൂന്ന. നമ്മൾ അപ്പാനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ നമ്മൾ അപ്പാനെ ഒന്നും ഇല്ലെന്നും പറഞ്ഞങ്ങ് വിടണം നോക്കാതെ, അല്ലെങ്കിൽ നല്ല പണി കൊടുക്കുന്ന രീതിയിൽ നിൽക്കണം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു കേട്ടോ. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറം നമ്മളെ കാണിക്കുന്നുണ്ട്, ആര്യനും അപ്പാനിയും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്പാനി പറയുന്നുണ്ട്, ഈ വീക്ക് ചിലപ്പോൾ ഞാൻ പുറത്തു പോവും, എനിക്ക് നിൽക്കുമെന്ന് തോന്നുന്നില്ല, എന്റെ ചീട്ട് കഴിഞ്ഞു എന്നാ തോന്നിയെന്ന് പറഞ്ഞിട്ട് അപ്പാനി എന്നോട് പറഞ്ഞു. അങ്ങനൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ആര്യനും അപ്പാനിയും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ മസ്താനി പറയുന്നുണ്ട്, വൈൽഡ് കാർഡുകൾക്ക് തന്നെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ ഇനി ഭയങ്കരമായ രീതിയിൽ നമ്മുടെ ശരത്തിനെ പ്രവോക്ക് ചെയ്യും, ശരത്ത് എനിക്കിട്ട് ഒരു അടി തരണം, അതുകൊണ്ട് ഞാൻ പ്രവോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അയ്യോ ഇതെന്ത് പറയുന്നത് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. അപ്പൊ എന്നിട്ട് മസ്താനി പറയുന്നു, ഞാൻ ഷാനവാസിനെ ഓൾറെഡി പ്രവോക്ക് ചെയ്ത ആളൊന്ന് പൊട്ടിയതാണ്, പക്ഷെ ആൾ പെട്ടെന്ന് കൈ ബാക്കിലോട്ട് വെച്ചു. എന്നിട്ട് പോടോ എന്ന് പറഞ്ഞതിന് വീട്ടിൽ പോയി അച്ഛനോട് പറഞ്ഞ ആളെ ഞാൻ പോടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോയി സീറ്റിൽ ഇരുത്തി എന്ന് പറഞ്ഞിട്ട് എന്തോ ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ നമ്മുടെ മസ്താനി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മസ്താനി പറയുന്നുണ്ട്, അപ്പാനെ കൊണ്ട് ഒന്നെങ്കിൽ എനിക്കിട്ട് ഒരു അടി അടിപ്പിക്കും, അവനിക്ക് ഒരു അടി കിട്ടിയാലും വേണ്ടിയില്ലെന്ന് പറയുന്നുണ്ട്, പ്രവോക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജിഷു ചോദിക്കുന്നു, ലക്ഷ്മിക്ക് ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം നോക്കുമ്പോൾ ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യനല്ലേ, അപ്പം പ്രവോക്ക് ആവുന്നതിന് ഒരു ലെവൽ ഉണ്ടല്ലോ, അത് വിട്ടിട്ട് ഒരിക്കലും പോവാൻ പാടില്ലല്ലോ, അപ്പൊ നമുക്ക് പ്രവോക്ക് ചെയ്തോണ്ടിരിക്കാന്ന് പറയുന്നുട്ടോ. എന്തൊക്കെ ഗെയിമാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. കാര്യം മസ്താനി കളിക്കുന്നത് വളരെ മോശപ്പെട്ട ഗെയിമാണ്. കാരണം വീട്ടിലുള്ളവരെയും
കുടുംബക്കാരെയും ബന്ധുക്കാരെയും എല്ലാം വെച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ. അത് വെച്ചാണ് ഇവർ പ്രൊവോക്ക് ചെയ്യുന്നതും. പക്ഷെ ലക്ഷ്മി ഇപ്പൊ പറഞ്ഞ സ്റ്റാൻഡും വളരെ മോശം തന്നെയാണ്. അതേപോലെ ലക്ഷ്മിയുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മോനെ പറ്റിയോ അങ്ങനെ വീട്ടിലിരിക്കുന്നവരെ ആരെങ്കിലുമൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് ഗെയിമാണ്, ട്രിഗർ ആവത്തില്ല, നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് കണ്ടറിയണം. അല്ല ഒരു വട്ടം എങ്ങാണ്ട് ഷാനവാസ് പോടിയെന്ന് പറഞ്ഞപ്പോ എന്നെ പോടിയെന്ന് വിളിക്കരുതെന്നും പറഞ്ഞ് എന്തൊക്കെ ബഹളാക്കിയ ആളാണ്. വീട്ടിലിരിക്കുന്ന പറഞ്ഞിട്ടായാലും അടിക്കണോന്നൊക്കെ. ഇങ്ങനെയൊക്കെ അല്ലല്ലോ ഗെയിം ഇതൊക്കെ ഒരു ഗെയിം എന്ന് പറയാൻ പറ്റത്തില്ല. നാളെ മിക്കവാറും ലാലേട്ടൻ വരുമ്പോ കിട്ടുമായിരിക്കും. കാരണം എന്തോ ഭയങ്കര വൈൽഡ് കാർഡുകൾ വന്നിട്ട്, അതായത് ജിഷൻ പറയുന്നുണ്ട് എന്റെ അടുത്ത് ലാലേട്ടൻ വന്നിട്ട് എന്ത് ചെയ്ത് നോക്കുമ്പോ ഞാൻ പറയുന്നു ഈ 2-3 ഗ്രൂപ്പായിട്ട് നിന്നവരെ ഞാൻ ഒരു ഒറ്റ ഗ്രൂപ്പായിട്ട് എനിക്കെതിരെ തിരിച്ചിട്ടുണ്ട്. അത് ബിഗ് ബോസിന്റെ ഗെയിം ആയിരുന്നു. കാര്യം ഇവരെ വൈൽഡ് കാർഡ് ഒരു ടീമും മറ്റൊരു ടീമും ആക്കിയിട്ടുള്ള ഗെയിം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ പണി, ഈ മറ്റേ ബോംബിന്റെ പണി ഇല്ലേ, ബോംബിന്റെ പണി ഉള്ളതിന്റെ മാത്രമാണ് ഇവര് ഒരു ടീമായി മാറിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും 2 ടീമായി മാറി. ഇല്ലെങ്കിൽ അല്ലാതെ ഇവരുടെ ഗെയിം കൊണ്ടൊന്നും അല്ല. ഇവര് പേഴ്സണൽ കാര്യമായിട്ടും വെളിയിലത്തെ കാര്യമായിട്ട് ട്രിഗർ ചെയ്യുന്നതല്ല, വേറെ പണിയൊന്നും ഇവര് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് എന്തായാലും ലാലേട്ടൻ ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യും, എങ്ങനെ ഇത് പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ 2 ആഴ്ച ഇപ്പൊ അനുവിന്റെയും ഗിസേലിന്റെ ഒക്കെ വിഷയമാണെങ്കിലും പല കാര്യങ്ങളും ഉണ്ട് പറയാം. അത് ലാലേട്ടൻ ഒരാള് എങ്ങനെ ഇത് ചോദിക്കുന്നില്ലേ, അത് കണ്ടറിയണം. അതാണ് കണ്ടറിയേണ്ടത്. അപ്പൊ അതിനായിട്ടാണ് വെയിറ്റിംഗ്. അപ്പൊ ഇന്ന് വലിയ കാര്യങ്ങളൊന്നും ഇല്ല, അതാ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോയി. കുറെ ടാസ്കും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ നാളെ നിർണായകമായ ഒരു ദിവസമാണ്. നമ്മളിപ്പോ മറ്റില്ല മിഥുന്റെ കാര്യത്തില് പഴയ കണ്ടസ്റ്റന്റ് മിഥുന്റെ കാര്യത്തില് കഥ പറയുമ്പോൾ ലാലേട്ടൻ വരെ കാത്തിരുന്ന പോലെ തന്നെയാണ് ഇതിലിരിക്കുന്നത്. അതെ അതെ, എന്ത് പറയുമെന്ന് അറിയത്തില്ല. എന്തായാലും അവർ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടു. നാളെ ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ ശരിക്കുണ്ട്, എഴുതാൻ അതായത് നമ്മൾ സാറിന് നോട്ട് പ്രിപ്പയർ ചെയ്യും ഇങ്ങനെ ഇത് വായിച്ചു നോക്കാനൊക്കെ. അപ്പൊ അത് തന്നെ ഇഷ്ടംപോലെ കാണും. എന്തായാലും നാളെ എന്തായാലും കണ്ടറിയാം. 2 ദിവസം നല്ല തിരക്കായിരിക്കും ഇപ്പൊ റിവ്യൂല്. അപ്പൊ എന്തായാലും നാളത്തെ റിവ്യൂ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.